എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ ശനിയാഴ്ച അല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ആദ്രിക്കുട്ടൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ആദ്രിക്കുട്ടന് ഡാൻസും കുറേ കളികളും ഒക്കെ ഉണ്ടായിരുന്നു. അത് കാരണം നമ്മൾ ഒരു ഏകദേശം 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൽ കൊണ്ടാക്കാനാണ് അവർ പറഞ്ഞത്. അങ്ങനെ ആദ്രിക്കുട്ടനെ നമ്മളവിടെ 3 മണിക്ക് കൊണ്ടുചെന്നാക്കി. അതിനുശേഷം പിന്നെ തിരിച്ചു വന്നു. പിന്നെ 5:30 ആയപ്പോഴത്തേക്കാണ് അവരുടെ പ്രോഗ്രാം ഒക്കെ തുടങ്ങിയത്. അങ്ങനെ പ്രോഗ്രാമൊക്കെ തുടങ്ങി. കൊച്ചു കുരുന്നുകളുടെ അതിമനോഹരമായ ഡാൻസുകളും പാട്ടുകളും അതിമനോഹരമായ പെർഫോമൻസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും അതിൽ എൻജോയ് ചെയ്തു. പിന്നെയെന്ന് പറഞ്ഞാൽ പേരൻസിൻ്റെ ഒരു മത്സരം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം നല്ല ഗംഭീരമായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്രിക്കുട്ടൻ 2 ഡാൻസിനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആ ഡാൻസിൻ്റെ പാട്ട് ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് പാട്ടിട്ട് ഡാൻസ് കാണിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അങ്ങനെ 5:30 തുടങ്ങിയ പ്രോഗ്രാം ഏകദേശം 9 മണി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ലേറ്റായിട്ടൊന്നും അല്ല അവർ കുട്ടികളെ ഇങ്ങനെ ഡാൻസ് കളിപ്പിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ ഓരോ കുട്ടികളുടെയും ഡാൻസുകൾ കളിപ്പിക്കുന്നു. അതിനുശേഷം അവർ തന്നെ ഓരോരോ പ്രസംഗങ്ങൾ നടത്തുന്നു. ഒന്നും ഡിലേ ഇല്ലാതെ നല്ല സമയമെല്ലാം അറേഞ്ച് ചെയ്ത് ആയിരുന്നു അവരുടെ പ്രോഗ്രാം. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഫുഡെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ എല്ലാ ഫുഡുകളും അവർ കൊണ്ടുവന്ന് തന്നായിരുന്നു. അങ്ങനെയും സമയം പാഴായില്ല. നമ്മളിങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ കാണുമ്പോൾ അതിനൊത്ത പാട്ടും കൂടി ആയിട്ട് കേൾക്കുമ്പോഴാണ് നമുക്ക് അതിനൊരു ഇമ്പം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എന്താ പറയുന്നത്, അതിനൊരു ഇതുണ്ടാകുന്നത് അല്ലേ നമുക്ക് കാണാനായിട്ട്. പക്ഷേ ഈ കോപ്പിറൈറ്റ് ഒരു പ്രശ്നമായതുകൊണ്ട് മാത്രമാണ് അത് അങ്ങനെ കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ നമ്മുടെ ആദ്രിക്കുട്ടൻ ആദ്യത്തെ ഫസ്റ്റ് ഡാൻസാണ് ആദ്രിക്കുട്ടൻ്റെത്. അത് എല്ലാ കുട്ടികളും ഇങ്ങനെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് എല്ലാവരും എന്ന് വെച്ചാൽ ഒരേപോലെ കുട്ടികളെല്ലാം തോന്നും. അപ്പോൾ ഇതിൽ നിന്നും ആദ്രിക്കുട്ടനെ അറിയാവുന്നവർ കണ്ടുപിടിക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് വേറെ അതായത് തുമ്പിയുടെ നല്ലൊരു ഡാൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളുമൊക്കെ നല്ലതായിരുന്നു. അതായത് ഒരു യെല്ലോ കളർ പോലെയൊക്കെ വന്നിട്ട് നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ 2 ഡാൻസും ആദ്രിക്കുട്ടൻ നന്നായിട്ട് കളിച്ചു. ആദ്രിക്കുട്ടൻ മാത്രമല്ല, അതിലുള്ള കുട്ടികളെല്ലാം നന്നായിട്ട് കളിച്ചു. ഇത് നമ്മളാരും വീട്ടിലൊന്നും പ്രാക്ടീസ് ചെയ്യിച്ചിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടല്ല ഈ കളിക്കുന്നത്. സ്കൂളിലുള്ള ടീച്ചേഴ്സ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഈ കുഞ്ഞു കുട്ടികളെ പഠിപ്പിച്ച് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്കറിയാലോ. അന്നേരം ടീച്ചേഴ്സിന് നല്ലൊരു കയ്യടി കൊടുക്കണം കേട്ടോ. അപ്പം ടീച്ചേഴ്സിനെല്ലാം വളരെ താങ്ക്സ് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ കൊച്ചു കുട്ടികളെ ഇത്രയും പേരെ ഒരേപോലെ ഒരേ താളത്തിലും അതേപോലെ തന്നെ ഒരേ ചുവടിലും ഈ ഡാൻസുകൾ ഇങ്ങനെ പഠിപ്പിച്ചെടുത്ത് ഈ സ്റ്റേജിൽ കളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. പക്ഷേ കുട്ടികളെല്ലാം ആ പാട്ടിനൊത്ത് ഒന്നും തെറ്റാതെ നല്ല മനോഹരമായിട്ട് തന്നെ ആ ഡാൻസ് കളിച്ചു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കുറേ കുട്ടികൾക്ക് സമ്മാനമൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ ആദ്രിക്കുട്ടനും ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്രിക്കുട്ടന് ഭയങ്കര സന്തോഷമായി ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് കേട്ടോ. നേരത്തെ WMF പോയപ്പോഴേ ഞാൻ പ്രൈസ് മേടിച്ചപ്പോൾ ആദ്രിക്കുട്ടൻ അവന് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ അവൻ്റെ ആ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് അവന് സ്റ്റേജിൽ വെച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് അതെല്ലാം മാറി ഭയങ്കര ഹാപ്പി ആയിരുന്നു ആദ്രിക്കുട്ടൻ. സത്യം പറഞ്ഞാൽ നമ്മുടെ കുട്ടികളിങ്ങനെ സ്റ്റേജിലൊക്കെ കയറി അവരിങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലേ. അത് ഞാൻ അവിടെ ഇരിക്കുന്ന ഓരോ പേരൻസിൻ്റെയും ആ മുഖത്തിൽ നിന്നും അല്ലെങ്കിൽ കണ്ണുകളിൽ നിന്ന് നമുക്കത് വായിച്ചെടുക്കാൻ സാധിക്കും. അവരുടെയൊക്കെ അവരുടെ കുട്ടികളിങ്ങനെ ഡാൻസ് കളിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ആത്മനിർവൃതി, അത് സത്യം പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ആദ്രിക്കുട്ടൻ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന കാണുമ്പോഴത്തേക്ക് എനിക്കും അതുപോലെയായിരുന്നു. സത്യം പറഞ്ഞാൽ അതിങ്ങനെ കാണുമ്പോഴത്തേക്ക് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരികയായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അല്ലേ. അതാണ് പറയുന്നത്, നമ്മുടെ കുട്ടികളിങ്ങനെ ഓരോ പ്രോഗ്രാമിനൊക്കെ ഇങ്ങനെ പോയിട്ട് പങ്കെടുക്കുന്നു. അതേപോലെ തന്നെ അവർ സമ്മാനങ്ങൾ മേടിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പം പേരൻസ് ആയിട്ടുള്ള നമ്മൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ കാണുന്ന ഫോട്ടോ നേരത്തെ തന്നെ അവർ എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പം അത് ഇങ്ങനെ അവിടുത്തെ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ കസേരയൊക്കെ ഇട്ടേക്കുന്നതിൻ്റെ ഇടയിൽ 2 കുഞ്ഞു കുട്ടികൾ ബലൂൺ തട്ടി കളിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന അപ്പുറത്തേക്കുന്ന കുട്ടി ആദ്രിക്കുട്ടൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ അനിയത്തിയാണ്. ഇപ്പുറത്തേക്കുന്നതും അതേപോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ കുട്ടികളെല്ലാം അവിടെ നിന്ന് ബലൂൺ കളിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എല്ലാത്തിനും നല്ല ഫ്രീഡമാണ് ഇവിടെ കേട്ടോ.
അപ്പോൾ നമ്മൾ ഈ കുട്ടികളുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് നിന്നപ്പോഴത്തേക്കും, അതായത് കുഞ്ഞു കുട്ടികളുടെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിന്നപ്പോഴത്തേക്കാണ് ദേ അദ്രിക്കുട്ടൻ ഒരു തുമ്പിയുടെ വേഷത്തിൽ അവിടെ വന്ന് നിന്ന് ഡാൻസ് കളിക്കുന്നു. ദേ ആ ഫസ്റ്റ് റോയിൽ തന്നെയുണ്ട് അദ്രിക്കുട്ടൻ, കണ്ടോ? നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അവൻ മാത്രമല്ല ബാക്കി എല്ലാ കുട്ടികളും നന്നായിട്ട് തന്നെ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കാണുന്ന ആ തുമ്പികൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവരും കളിക്കുന്നത് കേട്ടോ. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ അദ്രിക്കുട്ടനെ കുറിച്ചും അതേപോലെ തന്നെ അവൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ചും അവരുടെ ഡാൻസിനെ കുറിച്ചും ഒക്കെ ഉള്ളതേ ഉള്ളൂ. ടീച്ചേഴ്സിനെ കുറിച്ചും എന്തായാലും ഈ കൊച്ചു കുട്ടികളെയെല്ലാം ഇത്രയും പഠിപ്പിച്ചെടുക്കുന്ന ആ ടീച്ചേഴ്സിന് വീണ്ടും ഞാൻ പറയുന്നു, അവർക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം അല്ലേ. അപ്പം ഒരുപോലെ എല്ലാവരും ചുവട് വെച്ച് ആ പാട്ടിനൊത്ത് താളം വെച്ച് നന്നായിട്ട് ഡാൻസ് കളിക്കുന്നത് കാണാൻ തന്നെ ഒരു മനോഹരമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തിരിച്ചു വരുമ്പോഴൊക്കെ നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. അതുമല്ല ഇത് സീബിൽ അവിടെ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം. അപ്പം തിരിച്ചൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നമായിട്ടുള്ളത്, അല്ലാതെ ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു. നമ്മളവിടെ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു അരമണിക്കൂറോളം എടുത്തു. അതേസമയം ഈ ട്രാഫിക് ബ്ലോക്കൊന്നും ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റത്തെ യാത്രയേ ഉള്ളായിരുന്നു. അപ്പം അദ്രിക്കുട്ടൻ അവിടെ നിന്ന് നന്നായിട്ട് തകർത്ത് ഡാൻസ് കളിക്കുകയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ അദ്രിക്കുട്ടൻ എന്നിട്ട് ചോദിക്കുകയാണ്, ഇനി നാളെയും ഇതുപോലെ നമുക്ക് വീണ്ടും ആ ഓഡിറ്റോറിയത്തിൽ പോയിട്ട് ഡാൻസ് കളിക്കണോ, അതോ ഇനി വീണ്ടും നമുക്ക് അന്നേരം ഗിഫ്റ്റ് കിട്ടുമോ, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊന്നും അദ്രിക്കുട്ടനെ അറിഞ്ഞൂടാ. അപ്പോൾ അവൻ വിചാരിക്കുന്നത് നാളെ വീണ്ടും അവിടെ പോകണം, വീണ്ടും കളിക്കണം, അങ്ങനെയാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ അടുത്തതായിട്ട് നമ്മുടെ അദ്രിക്കുട്ടന് സമ്മാനം കിട്ടുന്നതാണ് കേട്ടോ. അപ്പം നല്ലൊരു പച്ച കളർ കവറിനകത്ത് അവന് കുറേ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൽ ക്രയോൺസ് അതേപോലെ സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിരുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.